എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ദുബായ് പോലുള്ള ഒരു രാജ്യത്ത് ഈ സംഘടനകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സംഘടനകൾ, ഒരു റിലീജിയസ് സംഘടനകൾ, കുറേ ഹെൽപ്പിംഗ്, ഇപ്പോൾ ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ലൈസൻസ് ഉണ്ടോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ഓർഗനൈസേഷൻസിൻ്റെയും രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ മലയാളികളുടെ അല്ലാത്ത ഓർഗനൈസേഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ആയിരിക്കണമെന്നില്ല. പലതും നമ്മൾ ഒരുപാട് പേരുടെ ഇതിന് ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ വര എന്ന് പറയുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് മലയാളി കമ്പ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഞാനാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് സംഘടന രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു റൂള് വന്നിട്ടുണ്ട്. ഇന്ത്യയിലായാലും അതിനൊക്കെ ഒരുപാട് രജിസ്ട്രേഷൻ ഉണ്ട്. ATG, 12A, FCRA എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഫണ്ട് റൈസിങ്ങിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. എന്നാൽ പോലും നമുക്ക് സംഘടനയായിട്ട് പ്രവർത്തിക്കാവുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഗവൺമെൻറ്റോട് കൂടി ചേർന്ന് നിന്ന് ഗവൺമെൻറ് റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായാലും മറ്റ് എല്ലാത്തിനും ജനങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യങ്ങളായാലും ഗവൺമെന്റിനോട് ചേർന്ന് നിന്നിട്ടാണ് അത് പ്രവർത്തിച്ചത്. അത് UAE ഗവൺമെന്റ് അംഗീകരിച്ച കാര്യമായിരുന്നു. ആ സമയത്ത് ആ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം എന്തൊരു ആഘോഷമാകട്ടെ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ആകുമ്പോൾ പോലും ഈ സംഘടനകളുടെ ഹെൽപ്പും UAE ഗവൺമെന്റ് എടുക്കുന്നുണ്ട് അല്ലേ? ഗവൺമെന്റ് അത് ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, നമ്മൾ ആളുകളങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒരു ദുരിതം ഉണ്ടായിരിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാകുമ്പോൾ പോലും പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യം അല്ല. എന്തൊരു കാര്യമായിക്കോട്ടെ. പലപ്പോഴും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ നാട്ടിൽ നടന്നൊരു വയനാട്ടിലെ ദുരന്തത്തിൽ പോലും എത്രയോ ആളുകളാണ് അതിനെ കോൺട്രിബ്യൂട്ട്. മാഷാ അല്ലാഹ്, വലിയൊരു കാര്യം തന്നെ. അപ്പോൾ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ദുബായ് പോലുള്ള ഒരു രാജ്യത്ത് ഈ സംഘടനകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് സംഘടനകൾ, ഒരു റിലീജിയസ് സംഘടനകൾ, കുറേ ഹെൽപ്പിംഗ്, ഇപ്പോൾ ഫൗണ്ടേഷൻ, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ലൈസൻസ് ഉണ്ടോ? ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ക്ലബ്ബ് ഉണ്ടാക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ദുബായിലെന്ന് പറഞ്ഞാൽ? ഇതൊരു കംപ്ലീറ്റ് ഒരു ബിസിനസ് സെറ്റപ്പിൻ്റെ അല്ല, ഒരു ഇൻഫർമേഷൻ തരുമ്പോൾ നിങ്ങളെന്നെ ചോദിക്കാന്ന് വിചാരിച്ചാൽ. അല്ല, അത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ മനസ്സിലുണ്ടാവുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ഉണ്ടാവുമല്ലോ പല പല. അതെ, 2-3 സംഘടനയുടെ ഭാഗമാണ് ഇതിൽ. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ UAE പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ അല്ല ഞാൻ പറയുന്നത്. ഞാൻ UAE ആയതുകൊണ്ട് എല്ലാ ഓർഗനൈസേഷൻസും രജിസ്റ്റേർഡ് അല്ല. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് കാണാം. അപ്പം നാട്ടിൽ നോക്കിയാൽ പൊന്നാനി അസോസിയേഷൻ, മാറഞ്ചേരി അസോസിയേഷൻ, അല്ലെങ്കിൽ ഒരുമനി, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും രജിസ്റ്റേർഡ് ആണ് എന്നല്ല, അവിടെ രജിസ്റ്റർ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ കൈത്താങ്ങായി നിൽക്കുന്ന ഓർഗനൈസേഷനാണ്. അതായത് നാടിൻ്റെ ആയാലും മറ്റു ജനങ്ങൾക്കായാലും. ഇതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ KMCC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ രജിസ്റ്റേർഡ് ആണ്. KMCC, അതേപോലെ MSS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, മലയാളികളുടെ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻസ് ആണ്. ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ചെയ്യുന്നത്, അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് CDA എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി. CDA കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി. അതെ, അവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ. അപ്പോൾ വിരലെണ്ണാവുന്ന സംഘടനകൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാത്തതും ഉണ്ടായിരിക്കാം, ബാക്കിയുള്ള എനിക്ക് അറിയാത്തത് അറിയില്ലല്ലോ. അപ്പോൾ ഇത്തരം ഇതിന്റെ കൃത്യമായിട്ടുള്ള ഓഡിറ്റ് എല്ലാ വർഷവും സബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഒരു ട്രേഡ് ലൈസൻസിന്റെ അകത്ത് ഇത് ചെയ്യുന്ന സമയത്ത് CDAയിൽ 7 പേരുണ്ടായിരിക്കണം. മെമ്പേഴ്സായിട്ട് ആരാണ് പ്രസിഡന്റ്, ആരാണ് ജനറൽ സെക്രട്ടറി, ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ കൊടുക്കണം. കൂടെ 7 പേരിൽ 2 പേര് UAE നാഷണൽസ് ആയിരിക്കണം. അതാണ് CDAയുടെ റൂള്. അതേസമയം ഞങ്ങളിപ്പോൾ മലയാളി ബിസിനസ്സുകാരുടെ അസോസിയേഷൻ, IPA, ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ, ഞാൻ അതിന്റെ വൈസ് ചെയർമാനാണ്. അതൊരു ബിസിനസ് കൂട്ടായ്മയാണ്. അപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ നമ്മൾക്കത് ഞങ്ങൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ പൈസ കളക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ഓർഗനൈസേഷനല്ല. അതല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്ലബ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ പോലത്തെ അതിന് മറ്റ് രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ഓർഗനൈസേഷൻസിൻ്റെയും രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ മലയാളികളുടെ അല്ലാത്ത ഓർഗനൈസേഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന ആയിരിക്കണമെന്നില്ല. പലതും നമ്മൾ ഒരുപാട് പേരുടെ ഇതിന് ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ
ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ വര എന്ന് പറയുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് മലയാളി കമ്പ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഞാനാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അതൊക്കെ പലതും പല രീതിയിലുള്ള രജിസ്ട്രേഷൻസ് ആണ്. മനസ്സിലായില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് സംഘടന രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു റൂള് വന്നിട്ടുണ്ട്. ഇന്ത്യയിലായാലും അതിനൊക്കെ ഒരുപാട് രജിസ്ട്രേഷൻ ഉണ്ട്. ATG, 12A, FCRA എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഫണ്ട് റൈസിങ്ങിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. എന്നാൽ പോലും നമുക്ക് സംഘടനയായിട്ട് പ്രവർത്തിക്കാവുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അവർക്ക് അറിയുകയും ചെയ്യാം. നമ്മുടെ ഈ മലയാളികളുടെ ഒക്കെ ഒരു കൂട്ടായ്മയും അതിനെക്കുറിച്ചുള്ള അവർ നല്ല കൃത്യമായൊരു ധാരണ CDL ഉണ്ട്. ഞാൻ പലപ്പോഴും CDA ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ അവർ മലയാളം ന്യൂസ് പേപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ഓർഗനൈസേഷൻസിനൊക്കെ അവർ വാച്ച് ചെയ്യുന്നതൊക്കെ കാണാം. അത് കൃത്യമായിട്ട് കാണാം. ഭയങ്കര സപ്പോർട്ടാണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ സംഘടന എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സംഘടന, രാഷ്ട്രീയ സംഘടനകൾ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷെയ്ഖ് സായിദ് റോഡിലെ അസോസിയേഷൻ, അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ സംഘടന, ഞാൻ സിമ്പിൾ അങ്ങനെയല്ല. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിനോട് കണക്ട് ചെയ്തിട്ട് രസകരമായിട്ട് പറയാം. ഇവിടെ അൽക്കൈൽ ഹൈറ്റ്സ് എന്ന് പറയുന്ന കുറെ ഒരു ഫ്ലാറ്റ് ഒക്കെയുള്ള കമ്മ്യൂണിറ്റി, സാധാരണ ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഫ്ലാറ്റ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. UAE അത് കുറവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണാറില്ല. ഈ ഫ്ലാറ്റുകളൊക്കെ കൂടിയിട്ട് എല്ലാവരും അങ്ങനെ കാണില്ല. പക്ഷെ അത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി അതിന് മെനക്കെടുകയും അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു CDL. ഞാനല്ല അത് ചെയ്തത്, ഞാൻ പറയാം. അത് അൽക്കൈൽ ഹൈറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയെ അദ്ദേഹം കൊണ്ടുപോയി അത് രജിസ്റ്റർ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റിയാക്കി മാറ്റി. ആണല്ലേ? അതെ. അപ്പം അതുപോലെ ഉള്ള അസോസിയേഷൻസ് ഉണ്ട്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് 100% ഈ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും പല കമ്മ്യൂണിറ്റീസും അങ്ങനെ വരുന്നതുകൊണ്ടൊക്കെ ഇനിയും ഭാവിയിൽ അങ്ങനെ വന്നേക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ സംഘടനകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, രാഷ്ട്രീയ പൊളിറ്റിക്കൽ അത് അങ്ങനെ ഫോർ എക്സാമ്പിൾ ഞാനത് ഇടതുപക്ഷ അനുഭാവിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളത് കൊണ്ട് ദുബായിൽ വന്നു കഴിയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു കണക്ഷൻസ് എനിക്ക് ഉണ്ടാകാമല്ലോ. എൻ്റെ അറിവിൽ രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇല്ല. രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്ട്രേഷൻ അങ്ങനെ ഇല്ല. പക്ഷേ ക്യാംസിസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണ്. പക്ഷെ അത് അവരുടെ പ്രവർത്തനവും അത് വേറെ തലത്തിൽ തന്നെ പോകുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ എല്ലാം നമ്മുടെ UAE ഗവൺമെന്റ് മോണിറ്റർ ചെയ്യും അല്ലേ? അതെ. അതിന് ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടോ? ഈ രജിസ്റ്റർ ചെയ്തതിനുണ്ട്. രജിസ്റ്റർ ചെയ്ത അസോസിയേഷൻസിന് ഓഡിറ്റിംഗ് ഉണ്ട്. അതെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ നാട്ടിലെ പ്രളയം, ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അതിനു വേണ്ടി അവിടുത്തെ സംഘടനകൾ ഒരു ഫണ്ട് കളക്ഷൻസ് അങ്ങനെ സാധനങ്ങളൊക്കെ, പൊതുവെ അവിടെയുള്ള സംഘടനകളൊക്കെ ഫണ്ട് കളക്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. ഞാനങ്ങനെ UAE ക്യാഷ് വാങ്ങിച്ച് കളക്ട് ചെയ്യുന്നതായി കണ്ടിട്ടില്ല. അവരെല്ലാവരും പറയാം നാട്ടിലെ അക്കൗണ്ടിൽ തന്നോളൂ, നാട്ടിലെ അവർക്കൊക്കെയുള്ള NGOസിലേക്കൊക്കെയാണ് ഫണ്ട് ശേഖരിക്കാറ് പൊതുവെ ഇവിടെയുള്ള. അല്ലാതെ UAE ഫണ്ട് കളക്ഷൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇപ്പൊ ഈ CD എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്. അതെ. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് ഒരുപാട് റിയാസ് അറിയാത്ത ഒരുപാട് സംഘടനകൾ ഉണ്ടാവും. അല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ പറഞ്ഞ CDA ബിസിനസ് അസോസിയേഷൻസ് രജിസ്റ്റർ ചെയ്യാനല്ല. ഇപ്പൊ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒക്കെ മായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു അസോസിയേഷൻ ഉണ്ട് അവിടെ. അവരാണ് UAE ഓരോ ദിവസത്തെയും പിന്നെ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ സിറ്റി ഓഫ് ഗോൾഡ് എന്നുള്ള വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ബിസിനസ് കണക്ട് ചെയ്തിട്ടുള്ള അസോസിയേഷൻസ് വേറെ, അതുപോലെ നിങ്ങൾ മറ്റ് സോഷ്യൽ വർക്കുകൾ വേറെ, അതൊക്കെ പലതും പല രീതിയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് പറയാനുള്ളത്, എൻ്റെ അടുത്ത് ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് ഒരു ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഓരോരുത്തരുടെ കേസുകൾ വേറെ ആയതുകൊണ്ട് ഇരുന്ന് സംസാരിച്ചിട്ട് മാത്രം അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വീണ്ടും എൻ്റെ ക്വസ്റ്റ്യൻസ് വരികയാണ്. അതായത് ഉദാഹരണം, ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം ഈ സംഘടനകളെ ഇപ്പോൾ KMCC ആയിക്കോട്ടെ, വാട്ടെവർ എന്ത് സംഘടന ആയിക്കോട്ടെ, ഈ സംഘടനകളെ UAE എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? ഈ നമ്മുടെ സംഘടനകളെ UAE ഉപയോഗിക്കപ്പെടുന്നത് അതായത് ഞാൻ വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ വന്നു. അവിടുത്തെ പോലീസുകാരോടൊക്കെ ഒപ്പം എത്രയോ പേരാണ് നമ്മുടെ സംഘടനകൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. ഞാൻ എടുത്ത് പറയാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് സംഘടന ഉണ്ട്, ആരെങ്കിലും വിട്ടുപോകണമെന്ന് കരുതിയില്ല. ഞാൻ ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരും മുന്നിട്ടിറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് PR അസോസിയേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഞാനും കൂടി അതിൻ്റെ ഭാഗം. അതൊക്കെ തുടക്ക സമയത്ത് തന്നെ നായിഫ് എന്നൊക്കെ പറഞ്ഞ ഏരിയയിൽ പോലീസുകാരോടൊപ്പം ചേർന്ന് നിന്നിട്ടാണ് ചെയ്തിരുന്നത്. പോലീസുകാർ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കൊടുത്തിരുന്നത്. ഗവൺമെൻറ്റോട് കൂടി ചേർന്ന് നിന്ന് ഗവൺമെൻറ് റിഹാബിലിറ്റേഷൻ്റെ ഭാഗമായാലും മറ്റ് എല്ലാത്തിനും ജനങ്ങളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യങ്ങളായാലും
ഗവൺമെന്റിനോട് ചേർന്ന് നിന്നിട്ടാണ് അത് പ്രവർത്തിച്ചത്. ചെയ്യുന്നത്. അത് UAE ഗവൺമെന്റ് അംഗീകരിച്ച കാര്യമായിരുന്നു ആ സമയത്ത്. ആ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഇപ്പം എന്തൊരു ആഘോഷമാകട്ടെ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ആകുമ്പോൾ പോലും ഈ സംഘടനകളുടെ ഹെൽപ്പും UAE ഗവൺമെന്റ് എടുക്കുന്നുണ്ട് അല്ലേ? ഗവൺമെന്റ് അത് ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല, നമ്മളെ ആളുകളങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. ആ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ UAE പ്രളയം വന്നപ്പോഴും അവരെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റിന് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയല്ല, നമ്മുടെ ആളുകളുടെ ഒരു നാശം അവരെന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറങ്ങിത്തിരിച്ചങ്ങ് ചെയ്യുകയാണ്. ഈ സംഘടനകൾ ഒരു സംഘടനകളെ കുറിച്ച് ചോദിക്കുമ്പോൾ സംഘടന എന്നിട്ട് ഒരു സംഘടന മറ്റൊരു സംഘടനയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പം നിങ്ങളുടെ സംഘടന എനിക്ക് ഇഷ്ടമല്ല, ഇല്ലാതെ വരും. അത് അങ്ങനെയൊന്നും എക്സാമ്പിൾ നമുക്ക് സ്വാഭാവിക എക്സാമ്പിൾ വരാമല്ലോ. ഞാൻ നിങ്ങൾക്ക് സംഘടന ഇഷ്ടമല്ല നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നിയമവശങ്ങൾ ഉണ്ടോ? അല്ല, CDL രജിസ്റ്റർ ചെയ്തൊരു ഓർഗനൈസേഷനിൽ അകത്ത് വരുന്ന കാര്യങ്ങൾക്ക് അതിൽ ഈ പറയുന്ന ലൈസൻസുള്ള ആളുകൾ പേര് മാറ്റപ്പെടാം. അതൊക്കെ അങ്ങനെയൊക്കെ പോയിട്ട് മാറ്റിക്കാൻ പറ്റും. മറ്റു രണ്ട് സംഘടനകൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. സെൻസിറ്റീവ് ചോദ്യം. സംഘടന തമ്മിൽ പ്രശ്നമുണ്ടോ എന്നല്ല ചോദിക്കല്ല. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാകണത്, ഇനി നിങ്ങൾ കുറേ ആളുകൾ എന്തെങ്കിലും ഒരു ഈ സംഘടനകൾ ഉണ്ടാകണം എപ്പോഴും ഒരേ സ്വഭാവം മനസ്ഥിതിയിലുള്ള ആൾക്കാർ ഒത്തുചേരുമ്പോഴാണ് അല്ലെ സംഘടിക്കുക. വരക്കുന്ന ആൾക്കാർ, പാട്ട് പാടുന്ന ആൾക്കാർ, തബല വായിക്കുന്ന ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സിന്റെ സംഘടന, ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഒരു കൂട്ടായ്മയായിട്ടുണ്ട്. അതല്ലേ, അങ്ങനെ ചെയ്യാലോ. അപ്പൊ അതിലൊക്കെ എല്ലാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ഇതെന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾ പണ്ടത്തേക്കാൾ ഇപ്പൊ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഗൈഡൻസ് കൊടുക്കാനായി. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് ഇതിലേക്ക് ആരെ കൊണ്ടുവരും എന്നൊരു ക്വസ്റ്റ്യൻസ് ഉള്ള സമയത്ത് നമ്മുടെ ടീം എനിക്ക് ഈ ഒരു വിഷയത്തിലൊരു ഒരു വേറെ തിരിച്ചൊരാളെ കുറിച്ച് റിയാസ് ഭായ് റെപ്യൂർഡായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് അവിടെ ആ ക്വസ്റ്റ്യൻ നമ്മുടെ ടീം ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. എല്ലാ മാസവും ടിക്കറ്റ് എടുത്ത് ഓടി നിങ്ങളോട് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ചേ നമ്മൾ ഈ പോഡ്കാസ്റ്റിന് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ഹോപ്പിനെ കുറിച്ച്, ഹോപ്പിന്റെ ഒരു സാധ്യതയെ കുറിച്ച് നമുക്ക് എന്തായാലും വിലയിരുത്താം. ഹോപ്പ് ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.